ചെന്നൈയിലെ ആ പഴയ റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ വയലിൻ തന്ത്രികളിൽ വിരലോടിച്ചു നിന്ന ഒരു യുവാവുണ്ടായിരുന്നു. പേര് SP വെങ്കടേഷ്. കഥ തുടങ്ങുന്നത് 1986-ലാണ്. തമ്പി കണ്ണന്താനം എന്ന സംവിധായകൻ തന്റെ പുതിയ ചിത്രമായ രാജാവിന്റെ മകന് സംഗീതം നൽകാൻ ഈ ചെറുപ്പക്കാരനെ വിളിക്കുന്നു. വിണ്ണിലെ ഗന്ധർവ വീണകൾ എന്ന ഗാനം മലയാളികൾ ഏറ്റുപാടി. മോഹൻലാൽ എന്ന നടനെ സൂപ്പർ താരമാക്കിയ ആ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം അന്ന് തിയേറ്ററുകളിൽ വലിയ തരംഗമായി. അവിടുന്ന് മലയാള സിനിമയിലെ SPV യുഗം ആരംഭിച്ചു. ആക്ഷൻ സിനിമകൾക്ക് SP വെങ്കടേഷ് നൽകിയ പശ്ചാത്തല സംഗീതം വെറുമൊരു ഈണമല്ലായിരുന്നു, അത് ആവേശം നിറക്കുന്ന ഒരു പ്രവാഹമായിരുന്നു. സ്ഫടികത്തിലെ ആടുതോമ നടന്നു വരുമ്പോഴുള്ള തീപ്പൊരി പശ്ചാത്തല സംഗീതം, ധ്രുവത്തിലെയും ഹിറ്റ്ലറിലെയും മാസ് മ്യൂസിക്, ഇവയൊന്നും കൂടാതെ ആ കാലഘട്ടത്തിലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ പൂർണ്ണമാകുമായിരുന്നില്ല. ആക്ഷൻ മാത്രമല്ല, പ്രണയവും നൊമ്പരവും തന്റെ ഈണങ്ങളിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു. കിലുക്കത്തിലെ മേഘം പൂത്തു തുടങ്ങി മിന്നാരത്തിലെ നിലാവിന്റെ പുഞ്ചിരി, പൈതൃകത്തിലെ ശാസ്ത്രീയ സംഗീതത്തിന്റെ സ്പർശമുള്ള ഗാനങ്ങൾ. 1993 മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത് ഈ വൈവിധ്യത്തിനുള്ള അംഗീകാരമായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം 2026 ഫെബ്രുവരിയിലെ ആ ശാന്തമായ പുലരിയിൽ ചെന്നൈയിലെ തന്റെ വസതിയിൽ വെച്ച് ആ സംഗീതയാത്ര അവസാനിച്ചു. പക്ഷേ അദ്ദേഹം സൃഷ്ടിച്ച ഈണങ്ങൾ ഇന്നും പഴയ റെക്കോർഡിങ്ങുകളിൽ മാത്രമല്ല, ഓരോ മലയാളി സിനിമാ പ്രേമിയുടെയും ഹൃദയമിടിപ്പിലുണ്ട്.